കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ CBIയും EDയും സംസ്ഥാന വിജിലൻസുമൊക്കെ രംഗത്തെത്തിക്കഴിഞ്ഞിരിക്കുന്നു. അന്വേഷണ രൂപേണയും അന്വേഷണ റിപ്പോർട്ടിൻ്റെ തരത്തിലുമൊക്കെയാണ് വിജിലൻസിൻ്റെയും EDയുടെയും ഒക്കെ വരവ്. കഴിഞ്ഞ 3-4 ദിവസമായി കേരളത്തിലെ വലിയ ചർച്ചയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന് എതിരെയുള്ള ഒരു വിജിലൻസ് റിപ്പോർട്ടും അനുകൂലമായ വിജിലൻസ് റിപ്പോർട്ടും. ഒരു ദിവസം തന്നെ എതിരെയുള്ള റിപ്പോർട്ടും പുറത്തു വന്നു, അനുകൂലിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടും വിജിലൻസിൻ്റേതായ പേരിൽ പുറത്തു വന്നു. മാധ്യമങ്ങളിലൂടെ ഈ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി തന്നെ പ്രതിപക്ഷ നേതാവ് കൃത്യമായ ഭാഷയിൽ അതിന് മറുപടി നൽകുകയും ചെയ്തു. ആ മറുപടിയിൽ പറയുന്നത്, ഈ റിപ്പോർട്ട് കണ്ട് താൻ ഒന്നും ഭയപ്പെടുന്നില്ല, അങ്ങ് ചെന്ന് പറഞ്ഞേക്ക് ഞാൻ ഈ റിപ്പോർട്ട് കണ്ട് ഭയപ്പെട്ടു പോയി എന്ന്, അല്ലെങ്കിൽ പേടിച്ചു പോയി എന്ന്. ഇതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് തലസ്ഥാന നഗരിയിൽ വലിയ തരത്തിലുള്ള കട്ടൗട്ടുകളും ഒക്കെ ഉയർന്നു നിൽക്കുകയാണ്. എന്തായാലും എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്കൊക്കെ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്? അതൊരു ചോദ്യമായി ഇപ്പോഴും നിലകൊള്ളുന്നു. എന്നാൽ പ്രതിപക്ഷ നേതാവിന് എതിരെയുള്ള വിജിലൻസ് റിപ്പോർട്ട് അത് കൃത്യമായും വിദേശ പണം കൈപ്പറ്റിക്കൊണ്ട് പുനർജനി പദ്ധതി പ്രകാരം പറവൂരിൽ അദ്ദേഹത്തിൻ്റെ നിയമസഭാ മണ്ഡലത്തിൽ തന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളോടനുബന്ധിച്ചുള്ള വീടുകൾ നിർമ്മിച്ചു എന്നുള്ളതാണ് വലിയ തരത്തിലുള്ള ആരോപണം. ആ ആരോപണത്തെ എതിർത്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് നിരവധി തവണ നിയമസഭയിലും പത്രസമ്മേളനങ്ങളിലുമൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. പിന്നീട് എന്താണ് ഈ വിജിലൻസ് റിപ്പോർട്ടിൻ്റെ പ്രാധാന്യം എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം. ഇതിൽ പ്രധാനമായും വിജിലൻസിൻ്റെ ഒരു കണ്ടെത്തൽ സ്വകാര്യ സന്ദർശനത്തിനും ഒപ്പം മറ്റ് ചില പുരാവസ്തു ശേഖരങ്ങൾ കാണുന്നതിനു വേണ്ടിയുമാണ് വിദേശ രാജ്യത്തേക്ക് പോയത്, അല്ലെങ്കിൽ UK പ്രതിപക്ഷ നേതാവ് പോയതെന്നാണ് പറയപ്പെടുന്നത്. അതിനാണ് നിയമസഭയിൽ നിന്നും അനുമതി ലഭിച്ചതെന്ന്. പക്ഷേ അവിടെ എത്തിയ പ്രതിപക്ഷ നേതാവ് ഇതിന് രണ്ടിനും പകരം അദ്ദേഹം തൻ്റെ പറവൂർ മണ്ഡലത്തിൽ പ്രളയബാധിതരായ ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി പുനർജനി പദ്ധതി പ്രകാരം പണം സ്വരൂപിക്കുന്നതിന് വേണ്ടി ഒരു ചാരിറ്റബിൾ സംഘടനയായിട്ട് ചേർന്ന് പണം പിരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ വലിയ ആരോപണമായി ഉയർന്നിൽക്കുന്നത്. എന്നാൽ ഈ ആരോപണത്തിൻ്റെ പേരിൽ ഭരണപക്ഷത്തുള്ളത് അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള നേതാക്കന്മാരാരും തന്നെ വലിയ തരത്തിൽ ഒന്നും തന്നെ പറയുന്നില്ല എങ്കിൽ പോലും ചർച്ചകൾ കൊണ്ടുപിടിച്ച് മുന്നോട്ട് പോവുകയാണ്. എന്തിനാണ് ഇത്തരത്തിൽ ഈ ചർച്ചകളുടെ പ്രാധാന്യമെന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ ചോദിക്കുന്നു. ആരോ അന്വേഷിക്കട്ടെ, ആരോ കേസെടുക്കട്ടെ, അല്ലെങ്കിൽ എന്തു വന്നാലും തനിക്ക് പേടിയില്ല എന്ന്. സാധാരണഗതിയിൽ ഇങ്ങനെ ഓരോ തിരഞ്ഞെടുപ്പ് എത്തുമ്പോഴും ഇത്തരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളും അന്വേഷണ റിപ്പോർട്ടുകളും ഇതുമായി ബന്ധപ്പെട്ട രേഖകളുമൊക്കെ പുറത്തു വരുന്ന പതിവുണ്ട്. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ സംഭവമല്ല. പക്ഷേ എങ്കിലും എല്ലാവർക്കും അറിയുവാനൊരു താല്പര്യമുണ്ട്, എന്താണ് ഈ സംഭവത്തിന് പിന്നിൽ. അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ സ്വന്തം മണ്ഡലത്തിൽ ഇത്തരത്തിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടോ? 2018 പ്രളയവുമായി ബന്ധപ്പെട്ട് ഭവനരഹിതരായവർക്ക് അല്ലെങ്കിൽ തൊഴിൽ വസ്തുക്കൾ നഷ്ടപ്പെട്ടവർക്ക്, തൊഴിൽ നഷ്ടപ്പെട്ടവർക്കൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ നൽകിയിട്ടുണ്ടോ എന്നറിയേണ്ടത് നാട്ടുകാരുടെ ആവശ്യമാണ്, അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്നവരുടെ ആവശ്യമാണ്, അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുടെ ആവശ്യമാണ്, കോൺഗ്രസ്സുകാരുടെ ആവശ്യമാണ്. പക്ഷേ ഇതൊക്കെ എന്തുകൊണ്ട് കൃത്യമായി പുറത്തു പറയുന്നില്ല എന്നൊരു ചോദ്യം ഉയർന്നു നിൽക്കുന്നുണ്ടെങ്കിലും പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട്, എല്ലാ അന്വേഷണങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ അന്വേഷണ ഏജൻസികൾക്ക് മുന്നിലും തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി പറയുകയും അതിൻ്റെ രേഖകൾ നൽകുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഇത്തരത്തിൽ ഓരോ ദിവസവും ഓരോ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത്? ഇപ്പോൾ അവസാനം ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നതാണ് നേരത്തെ സൂചിപ്പിച്ചത്. ഒരു സ്വകാര്യ സന്ദർശനത്തിനും ഒപ്പം തന്നെ പുരാവസ്തുക്കളെക്കുറിച്ച് അല്ലെങ്കിൽ പുരാവസ്തുക്കളെ കാണുന്നതിനും അവയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിനും വേണ്ടി നടത്തിയ വിദേശയാത്രയ്ക്കിടയിൽ പണസ്വരൂപണം നടത്തി അല്ലെങ്കിൽ പണം സ്വരൂപിക്കുന്നതിന് വേണ്ടി ഒരു ചാരിറ്റബിൾ സംഘടനയുമായി അല്ലെങ്കിൽ ഒരു ട്രസ്റ്റുമായി ചേർന്നുകൊണ്ട് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. എന്നാൽ ഇതിൻ്റെ അന്വേഷണം വിജിലൻസ് ഈ റിപ്പോർട്ട് നൽകിക്കഴിഞ്ഞാൽ, അവരുടെ റിപ്പോർട്ട് പൂർത്തിയാക്കി കഴിഞ്ഞാൽ അവരുടെ അന്വേഷണം അവിടെ അവസാനിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഫയലുകളെല്ലാം മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തുണ്ട്. ഇത് സംബന്ധിച്ച് അന്വേഷണം ഇനി നടത്തേണ്ടത് ഒരു സംസ്ഥാന ഏജൻസിയല്ല, ദേശീയ തലത്തിലുള്ള ഒരു ഏജൻസിയാണ്. അങ്ങനെയാണെങ്കിൽ CBI ഈ അന്വേഷണത്തിന് വരുമോ ഇല്ലയോ എന്നുള്ളൊരു വലിയ ചോദ്യം ഇവിടെ നിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് തെരുവുകളിലൊക്കെ ഇത്തരത്തിൽ ഈ വലിയ തരത്തിലുള്ള കട്ടൗട്ടുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഞാനങ്ങ് പേടിച്ചു പോയി എന്ന് ചെന്ന് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞ രീതിയിൽ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം പ്രതിപക്ഷ നേതാവ് ആരെയും ഭയക്കുന്നില്ല. പിന്നെ ഈ ആരോപണം ഉന്നയിക്കുന്നത് ആരെ പേടിപ്പിക്കാനാണ്? ഈ ചോദ്യം ഇപ്പോഴും സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്നു.
ഒരു കാര്യം മനസ്സിലാക്കുക, സ്വാഭാവികമായി ഒരാൾക്ക് പേടിയില്ല എന്ന് പറയുമ്പോൾ ഓരോ ദിവസവും ഓരോ അന്വേഷണ റിപ്പോർട്ടിൻ്റെ പകുതിയും അരയും മുക്കാലും ഒക്കെ പുറത്തുവിടുന്നതിനേക്കാൾ നല്ലത് ഏതെങ്കിലും ഒരു നടപടി ബന്ധപ്പെട്ടവർക്ക് പ്രഖ്യാപിച്ചുകൂടെയോ? ഇത് വെറുതെ ഓലപ്പാമ്പ് കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നത് പോലെ ആവുകയല്ലയോ കാര്യങ്ങൾ? ഇവിടെ വേണ്ടത് ഒരാൾക്കെതിരെ ആരോപണമുണ്ടെന്നുണ്ടെങ്കിൽ ശക്തമായ ഒരു അന്വേഷണത്തിലേക്ക് പോകുവാൻ, അല്ലെങ്കിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകുവാൻ സർക്കാർ തന്നെ തയ്യാറാകണം. ഇത് ഓരോ റിപ്പോർട്ട് പുറത്തു വരുമ്പോഴേക്കും ആ റിപ്പോർട്ടിൻ്റെ പകുതി കേൾക്കുന്നു, അതിന് മറുപടി പ്രതിപക്ഷ നേതാവ് പറയുന്നു. അങ്ങനെ എത്രയോ ദിവസങ്ങളായി ഇതിങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇത് തെരഞ്ഞെടുപ്പ് വരെ ഈ നാടകം മുന്നോട്ട് പോകുമോ എന്നുള്ളൊരു ചോദ്യമാണ് പൊതുജനം ചോദിക്കുന്നത്. എന്തായാലും സ്വാഭാവികമായും ഇതിന് എതിരെ സർക്കാരിന് പറയാൻ എന്തെങ്കിലുമൊക്കെ കാണും. വരും ദിവസങ്ങളിൽ അതും നമുക്ക് പ്രതീക്ഷിക്കാം. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായ ആരോപണങ്ങൾക്കും അപ്പുറത്തേക്ക് പ്രതിപക്ഷ നേതാവിനെ വല്ലാത്ത തരത്തിൽ പിടിച്ചുലയ്ക്കുവാൻ കഴിയുന്ന ചില തന്ത്രങ്ങൾ കൈവശമുണ്ടെന്നൊക്കെ ചില അന്വേഷണ ഏജൻസികളുടെ പക്കൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതെന്ന് പുറത്തു വരും എന്നുള്ള കാത്തിരിപ്പിലാണ് പ്രതിപക്ഷ നേതാവും സംഘവും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇത്തരത്തിൽ ഭീഷണികൾ ഉയരുമ്പോഴും അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉയരുമ്പോഴും പ്രതിപക്ഷ നേതാവ് ചലിക്കുന്നില്ല. അന്വേഷണം ഏതായാലും വരട്ടെ. എന്തായാലും തെരഞ്ഞെടുപ്പ് എത്തുന്ന വേളയിൽ ഇത്തരം അന്വേഷണങ്ങളും റിപ്പോർട്ടുകളുമൊക്കെ ഇനിയും ഒരുപാട് കേരളം കാണാനിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും.